വീണ്ടും ഇന്ത്യക്കിട്ട് പണിഞ്ഞിരിക്കുകയാണ് അമേരിക്ക. ഇന്ത്യയുടെ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും പണി വരുന്നത്. എന്താണ് സംഭവം? ഇപ്പോൾ ഇന്ത്യയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമെന്നുള്ള കാര്യത്തിൽ രാപകലില്ലാതെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറച്ച് കാലമായിട്ട് നമ്മുടെ വ്യോമസേന ഇപ്പോൾ നിലവിലെ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ വളരെ ദുർബലാവസ്ഥയിലാണ് ഉള്ളത്. അതിൻ്റെ കാരണം നമുക്ക് യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ MiG-21 വിമാനങ്ങൾ കൂടി റിട്ടയർ ചെയ്യുകയാണ്. ഈ സെപ്റ്റംബർ 26 കൂടി MiG-21 വിമാനങ്ങൾ നമ്മുടെ സേനയുടെ ഭാഗമല്ലാണ്ടാവും. പിന്നെ അത് വെറും ഒരു കാഴ്ച വസ്തുവാണ്. അപ്പോൾ നമ്മുടെ വ്യോമസേനയിലെ സ്ക്വാഡ്രണുകളുടെ എണ്ണം, അതായത് ഈ ഒരു സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ 18 20 വിമാനങ്ങൾ ചേരുന്ന ഒരു ടീമാണ്. അതിൽ പരിശീലന വിമാനങ്ങൾ അടക്കം ഉണ്ടാവും. അപ്പോൾ നിലവിൽ നമുക്ക് 29 സ്ക്വാഡ്രണുകളായിട്ട് അത് ചുരുങ്ങുകയാണ് എന്നുള്ളതാണ് സംഗതി. ഒരു സ്ക്വാഡ്രണുകളിൽ 42 വിമാനങ്ങൾ വരെ വേണം എന്നിരിക്കെ നമുക്ക് ഏതാണ്ട് 33 34 അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ വിമാനങ്ങളുടെ അംഗസംഖ്യ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുമാത്രമല്ല, നമ്മുടെ ഈ MiG വിമാനങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾ കുറേ കൂടി പരിങ്ങലിലാവുകയാണ്. അതുമാത്രമല്ല, നമുക്ക് ഇപ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലാകെ ഉള്ളത് ഇപ്പോൾ റഫേൽ മാത്രമാണ്. ഈ സുഖോയ് 30 എന്ന് പറയുന്നൊരു വിമാനം ഉണ്ടെങ്കിലും അത് താരതമ്യേന ഇത്തിരി പഴയതാണ്. അപ്പോൾ ഇത്തരത്തിൽ വ്യോമസേനയുടെ ദുർബലാവസ്ഥയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറേ വിമാനങ്ങൾ കിട്ടിയേ പറ്റൂ. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നയം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഇൻ ഇന്ത്യ എന്നുള്ളതാണല്ലോ. ഈ ആയുധങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കറൻസി കണ്ടമാനം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ 1980 കാലയളവിലാണ് നമ്മൾ തേജസ് എന്ന പേരിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് പദ്ധതി ഇട്ടത്. പക്ഷേ അന്ന് നമ്മൾ സ്വന്തം എൻജിനൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് പദ്ധതി ഇട്ടതെങ്കിലും അത് വിജയിച്ചില്ല. അപ്പോൾ നമുക്ക് അമേരിക്കൻ കമ്പനിയായ GE എന്ന് പറയുന്ന കമ്പനിയെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് ഏതാണ്ട് 40ഓളം തേജസ് വിമാനങ്ങൾ ഇതിനോടകം നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാണ്. ഈ 40ഓളം ഉള്ളതിൽ 2 ഇത് പരിശീലന വിമാനങ്ങളാണ്. ബാക്കി 38 മറ്റോ ആണ് ഇപ്പോൾ സർവീസിലുള്ളത്, യുദ്ധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ MiG വിമാനങ്ങൾ റിട്ടയർ ചെയ്ത ഒഴിവിലേക്ക് പകരം വെക്കാനായിട്ട് ഇപ്പോൾ വിമാനങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരെണ്ണം പോകുമ്പോൾ പകരം വെക്കണം. MiG വിമാനങ്ങൾ ഏതാണ്ട് 36 ഇപ്പോൾ ഉണ്ട്. 36 ഒരുമിച്ചങ്ങ് ഇറങ്ങുമ്പോൾ പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ നിലവിൽ തേജസ് വിമാനങ്ങൾ 2 ഈ സെപ്റ്റംബറിൽ അവസാനത്തോടുകൂടി 2 കൊടുക്കാം എന്നുള്ളതാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പറയുന്ന വിവരം. ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് ഈ തേജസ് വിമാനങ്ങളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി നമുക്ക് ആവശ്യമുള്ളത്ര വിമാന എഞ്ചിനുകൾ തരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് പല കാരണങ്ങളും അവർക്കുണ്ട്. കാരണം ഇന്ത്യ ആവശ്യപ്പെട്ട ഈ F404 എന്ന് പറയുന്ന എൻജിൻ അവർ നേരത്തെ നിർമ്മാണം നിർത്തിയതാണ്. അപ്പോൾ രണ്ടാമത് നിർമ്മാണം പുനരാരംഭിക്കണമെങ്കിൽ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് ന്യായം പറഞ്ഞാണ് ഈ അമേരിക്കൻ കമ്പനി ഈ സമയത്ത് ഈ വിമാന എഞ്ചിനുകൾ തരാതിരുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചു. അവർ ഒരു മാസം 2 എഞ്ചിൻ വീതമെങ്കിലും തരാം എന്നുള്ളൊരു വ്യവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് പ്രകാരം കഴിഞ്ഞ മാർച്ചിൽ 10 വിമാന എഞ്ചിൻ തരാമെന്നുള്ളതായിരുന്നു GEയുടെ വാഗ്ദാനം. അങ്ങനെയാണെങ്കിൽ അവസാനം ഈ മാർച്ച് 26 അവസാനത്തോടെ 20 എഞ്ചിനുകൾ തരാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രകാരം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കണക്കാക്കിയത് ഈ വർഷം ഈ 2026 ഡിസംബറോടുകൂടി ഒരു 12 വിമാനമെങ്കിലും വ്യോമസേനയുടെ ഭാഗമാക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ നടപടിയാവില്ല. കാര്യം നമ്മൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് വിമാന എഞ്ചിനുകൾ വിട്ടു നൽകാൻ GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി തയ്യാറാകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. നിലവിൽ നമ്മൾ 2029 ഏപ്രിലിൽ ഈ 83 വിമാനങ്ങളാണ് തേജസ് വിമാനങ്ങളാണ് നിർമ്മിക്കാൻ പദ്ധതി ഇട്ടേക്കുന്നത്. അത് 2029 ഏപ്രിലിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി 83 വിമാനങ്ങളും ഹാൻഡ് ഓവർ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ GE എന്ന് പറയുന്ന കമ്പനി സമയത്ത് വിമാന എഞ്ചിനുകൾ തന്നില്ലെങ്കിൽ പരമാവധി 60 വിമാനങ്ങളെ നമുക്ക് വ്യോമസേനയുടെ ഭാഗമാക്കാൻ പറ്റും. ഇനി രസകം എന്തെന്ന് വെച്ചാൽ ഈ 83 വിമാനങ്ങളും 2024 ഫെബ്രുവരി മുതൽ 2028 വ്യോമസേനയുടെ ഭാഗമാക്കണം എന്നുള്ളതായിരുന്നു കരാർ. ആ 2024 ഫെബ്രുവരിയും പോയിട്ട് 2025 ഫെബ്രുവരി ആയിട്ടും ഒന്നും ആയിട്ടില്ല. 2025 തീരാൻ പോകുന്നു. അടുത്ത വർഷമായാലും
എന്താകും അവസ്ഥ എന്നുള്ളത് അറിയില്ല. അത് ഈ 83 വിമാനങ്ങളുടെ കാര്യത്തിലാണ് ഈ പ്രശ്നമുള്ളത്. ഇത് മാത്രമല്ല, ഇതിന് ശേഷം ഈ 83 കഴിഞ്ഞാൽ ഒരു 97 വിമാനങ്ങൾ കൂടി നിർമ്മിക്കാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കരാറ് കൊടുത്തിട്ടുണ്ട് വ്യോമസേന അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം. അപ്പോൾ ഇത് മര്യാദക്ക് പൂർത്തിയാകുന്നില്ല. അതെന്ന് കഴിയുമെന്നറിയില്ല. അപ്പോൾ അതിനുശേഷം ഈ 97 വിമാനങ്ങളുടെ നിർമ്മാണം എന്ന് തുടങ്ങും എന്നുള്ളതും വ്യക്തതയില്ല. നമ്മുടെ ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പ്ലാന്റിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. 3 പ്ലാന്റുകളുണ്ട്. അത് പ്രൊഡക്ഷൻ ലൈൻ എന്നാണ് അതിനെ വിളിക്കുക. ഈ 3 പ്ലാന്റിൽ ഒരു പ്ലാന്റിൽ ഒരു വർഷം 8 വിമാനങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇവരുടെ ഒരു കണക്ക്. ഇത് പ്രകാരം ഒരു വർഷം 24 വിമാനങ്ങൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഏപ്രിൽ 2029 ഈ മുഴുവൻ വിമാനങ്ങളും വ്യോമസേനയുടെ ഭാഗമാക്കുമെന്നൊക്കെ കണക്കൂട്ടി വെച്ചേക്കുന്നത്. പക്ഷേ ആഞ്ഞു പിടിച്ചിട്ടും ഈ പരിപാടി നടപ്പുള്ള കാര്യമല്ല. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഈ പറയുന്ന GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയെ ആശ്രയിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഇന്ത്യക്ക് സ്വന്തമായി വിമാന എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അതിൻ്റെ ഫലപ്രാപ്തിയിലും നമുക്ക് വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയുടെ സ്വന്തം വിമാന എഞ്ചിൻ്റെ ഫലപ്രാപ്തിയിലും വലിയ ആശങ്കയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു സംഭവം വെച്ച് അമേരിക്ക നമ്മളെ മുതലെടുക്കാൻ സാധ്യതയുണ്ടോ? അതായത് ഇത് നേരത്തെ തുടങ്ങിയ ഒരു ഏർപ്പാടാണ്. കാരണം നേരത്തെയുള്ള ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്താണ്, ഇപ്പോൾ ട്രംപ് അല്ല, അതിന് മുമ്പേ ഉള്ള ഭരണകൂടത്തിൻ്റെ കാലത്താണ് ഏറ്റവും പണി ഇന്ത്യക്ക് കിട്ടിയത്. കാരണം ഈ വിമാന എഞ്ചിനുകൾ വിട്ടുകിട്ടാനായിട്ട് തരാനായിട്ട് കൃത്യമായ ഇടപെടൽ ഈ ജോ ബൈഡൻ ഭരണകൂടം നടത്തിയിട്ടില്ല. ഇന്ത്യ നിരന്തരമായി ആവശ്യപ്പെട്ടു ഈ വിമാന എഞ്ചിനുകൾ വിട്ടുകിട്ടണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കരാറൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കിയതാണ്. കോടിക്കണക്കിന് രൂപയുടെ ഡോളറിൻ്റെ കരാറാണ്. പക്ഷേ അനുകൂല നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ട്രംപ് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വിമാന എഞ്ചിനുകളൊക്കെ ഇപ്പോൾ കുറച്ചെങ്കിലും വിട്ട് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ സാഹചര്യം അറിയാമല്ലോ, ഇന്ത്യയും അമേരിക്കയുമായിട്ട് വലിയ തർക്കം നടക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു കരാറിനെ ബാധിക്കുമോ എന്നുള്ളൊരാശങ്ക ഇന്ത്യക്കുണ്ട്. കാരണം നേരത്തെ തന്നെ ചില വാർത്തകൾ വന്നിരുന്നു, ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള പ്രതിരോധ കരാറൊക്കെ റദ്ദാക്കി എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോഴും പ്രതിരോധ മന്ത്രാലയം അത് അങ്ങനെ വാർത്തകളില്ല, നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വിമാന എഞ്ചിനുകൾ കിട്ടേണ്ടത് ഇന്ത്യയുടെ അത്യാവശ്യമാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അമേരിക്കയെ പിണക്കാനും വയ്യ ഇണക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെന്നറിയില്ല. ഏതായാലും തൽക്കാലം തേജസിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. എത്രമാത്രം അതിൻ്റെ നിർമ്മാണ പുരോഗതി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇനിയും നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്.